Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മളുടെ ചാനലിൽ വളരെയധികം റെക്കമെൻഡേഷൻ അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം റിക്വസ്റ്റ് കിട്ടിയൊരു റെസിപ്പിയാണ് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിലത്തെ കിച്ചൻ്റെ സെറ്റപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, എപ്പോഴും നല്ല സക്സസ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ക്രിസ്പി ഔട്ട്സൈഡും അതുമാതിരി വളരെ ജ്യൂസി ആയിട്ട് ഇൻസൈഡും ഉള്ളൊരു നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. ഇത് ഡെയിലി കഴിക്കാൻ പറ്റിയൊരു ഡിഷ് അല്ല, കാരണം ഇത് ഹൈ കാലറി ഉള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുമാതിരി തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് നമ്മളുടെ പാലറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്, നമ്മളുടെ ടേസ്റ്റ് പാലറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മിസംപ്ലേസ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമേ തന്നെ ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. 1/2 കപ്പ് യോഗർട്ട് മെഷർ ചെയ്തെടുത്ത് നമ്മുടെ ബോളിലേക്ക് നമുക്ക് ഇടാം. അതിനുശേഷം നമ്മളൊരു 1/4 കപ്പ് മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ റെഗുലർ ചില്ലി പൗഡർ ഇതിലേക്ക് ഇടുന്നു. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഒനിയനും കൂടെ പേസ്റ്റ് ചെയ്തെടുത്തത്. ഒറിജിനൽ KFC ചിക്കനിൽ ഉപയോഗിക്കുന്നത് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ആണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇതധികം കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് റോ ഒനിയനും ഗാർലിക്കും നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്തേക്കാണ്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒറിഗാനോ ആണ്. ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഐറ്റം ആണ്. മാക്സിമം നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ സ്ട്രോങ് ഫ്ലേവർ ഉള്ള ഒരു ഹെർബാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/4 ടീസ്പൂൺ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ആണ്. ആപ്പിൾ സൈഡർ വിനെഗർ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് റെഗുലർ വിനെഗറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട് ആയിട്ടുള്ള ലെമൺ ജ്യൂസോ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. നമ്മളുടെ ബാറ്ററിൻ്റെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൂടുതലുള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ മാരിനേഷൻ ആയതുകൊണ്ട് ഇത് കറക്റ്റ് ഉപ്പാണ്. ഇതിന്റെ ഫുൾ മാരിനേഷൻ നമ്മളുടെ മീറ്റിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇട്ടാൽ മാത്രമാണ്, അല്ലാന്നുണ്ടെങ്കിൽ സ്പൈസസ് ഇച്ചിരി കൂടുതൽ ഇട്ടാൽ മാത്രമാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറിലേക്ക് വരുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഒരു ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത് 1 കിലോ തുടങ്ങി 2.5 കിലോ വരെയുള്ള ചിക്കനാണ്. ചിക്കൻ കട്ട് ചെയ്യുന്നത് 10 പീസായിട്ടാണ്. അതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ചിക്കൻ്റെ നടുവ് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് വലിച്ച് വേർപെടുത്തി എടുക്കാം. കഴുത്തിൻ്റെ ഭാഗം വരുന്ന ഭാഗം നമുക്കിത് കട്ട് ചെയ്ത് കളയാം. അവിടെ വലിയ മീറ്റ് ഇല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ഉപകാരമില്ല. ചിക്കൻ്റെ വിങ്സ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ നടുക്ക് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ചിക്കൻ നടുവേ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് കുക്കാകാനും ചെറിയ പീസായിട്ട് കിട്ടാനും നമുക്ക് നടുവ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തായിട്ട് നമുക്ക് ഈ ചെറിയ നൈഫ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത മീറ്റ് ഒന്ന് കുത്തി ഹോൾ ഇടാം. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മളുടെ മാരിനേഷൻ മീറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ ചെറിയ നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഫോർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് കുത്തി എല്ലായിടത്തും ഹോൾ ഇട്ടതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ എടുത്ത് നമ്മളുടെ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് നമുക്കിടാം. അതിനുശേഷം നമ്മളുടെ ചിക്കൻ്റെ ലെഗ് പാർട്ട് എടുത്തിട്ട് നടുക്ക് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ചിക്കൻ്റെ ലെഗ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഡ്രംസിൻ്റെയും തൈസിൻ്റെയും നടുക്കായിട്ടൊരു ജോയിൻറ്റ് ബോൺ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 നല്ല പീസായിട്ട് കിട്ടും. അതേമാതിരി തന്നെ അടുത്ത ചിക്കൻ്റെ ലെഗ് പീസ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത മാതിരി നൈഫ് കൊണ്ട് ചെറിയ ഹോൾസ് ഇടാം. അതിനുശേഷം നമ്മളുടെ ബാറ്റർ എടുത്ത് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ചിക്കൻ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ്റെ എല്ലാ പാർട്ടിലും നമ്മളുടെ മാരിനേഷൻ മിക്സ് ആവുന്ന മാതിരി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ചിക്കൻ അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഏറ്റവും ബെസ്റ്റ് നമ്മൾ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഫ്രൈ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കൊരു 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് എടുത്തുനിന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അടുത്തായിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മളൊരു വേറൊരു ബോൾ എടുത്ത് 2 കപ്പ് മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ഇടാം നമുക്ക്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1 കപ്പ് കോൺ സ്റ്റാർച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ
1 കപ്പ് കോൺഫ്ലവർ ആണ്, ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, വീണ്ടും നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഒറഗാനോ ഇതിലേക്ക് ഇടുന്നുണ്ട്, ഫ്രഷ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ. അടുത്തായിട്ട് നമുക്കൊരു മിക്സ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോൺഫ്ലവറും നമ്മുടെ മൈദയും ബാക്കി എല്ലാ സ്പൈസസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ബാറ്ററിന്റെ ബാക്കിയുള്ള ഇതിലേക്ക് നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത ഫ്ലവറിന്റെ 4/1 ഇട്ടതിന് ശേഷം ഒരു എഗ്ഗ് ക്രാക്ക് ചെയ്ത് ഒഴിക്കാം. നമുക്ക് അതിനുശേഷം നമുക്ക് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിൽക്ക് കാണുമ്പോൾ നമ്മളുടെ ബാറ്റർ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ബാറ്റർ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഫ്ലവറിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈദയിലേക്ക് ഇടാം. നമ്മളുടെ മൈദയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്യാം. കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സൈഡും നന്നായിട്ട് മൈദ പിടിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം എക്സ്ട്രാ ഉള്ള ഫ്ലവർ ഷേക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ എല്ലാ ചിക്കനോടെ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. നമുക്ക് ഞാനിത് ഉപയോഗിക്കുന്നത് കോൺ ഓയിലാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ ഓയിൽ ചൂടായോ എന്നറിയാൻ വേണ്ടി നമ്മുടെ തെർമോമീറ്റർ കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡസ്റ്റ് ചെയ്തെടുത്ത് വെച്ച ചിക്കൻ നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഓയിലിലേക്ക് ഇടുമ്പോൾ നമ്മൾ അധികം ഓവർ ക്രൗഡ് ചെയ്യാണ്ട് സ്പേസ് ഉള്ള മാതിരി തന്നെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സെറ്റ് ദ ടൈമർ ഫോർ 30 minutes. നമ്മളുടെ ചിക്കൻ ഒരു ഹാഫ് ത്രൂ കുക്കായി കഴിയുമ്പോൾ, അതായത് 7 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിടാം. ഓക്കെ, നമ്മളുടെ ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഇന്നൊരു പാത്രത്തിലേക്ക് ഒരു നല്ല വൃത്തിയുള്ളൊരു തുണിയുടെ നാപ്കിനാണ് ഇട്ടേക്കുന്നത്. നമ്മളുടെ ഓയിൽ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതുമാതിരി തന്നെ ഒച്ച കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുക നല്ല ക്രിസ്പി ആണെന്നുള്ളത്. നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഫുള്ള് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓയിലിൻ്റെ ടെമ്പറേച്ചർ 176 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. പിന്നെ ആ സെയിം ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുമാതിരി തന്നെ ഈ സെയിം ടെമ്പറേച്ചർ, അതായത് 176 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് 10 തുടങ്ങി 14 മിനിറ്റ് ആണ്. ഈ ഒരു 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാതെ തന്നെ നമ്മളുടെ ചിക്കൻ എങ്ങനെ എക്സാക്ട്ലി അല്ലാന്നുണ്ടെങ്കിൽ പക്കയായിട്ട് കുക്കായെന്ന് അറിയാനായിട്ട് വേറൊരു നമുക്കൊരു വഴിയുണ്ട്. ചിക്കൻ്റെ ഇന്റേണൽ ടെമ്പറേച്ചർ 73 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഓൾ ദ വേ ത്രൂ കുക്കായെന്നുള്ളത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇങ്ങനെ ഒരു കുക്കിംഗ് തെർമോമീറ്റർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കുക്കിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളുടെ കിച്ചണിൽ വേണ്ട ഒരു ഐറ്റമാണ് ഈ പറയുന്ന നമ്മളുടെ ഒരു കുക്കിംഗ് തെർമോമീറ്റർ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നമുക്കിത് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ സ്റ്റേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തെർമോമീറ്റർ ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ വരുന്ന റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അത് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് ഏതാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അതുവഴി നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ മീറ്റ് കുക്കായോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ ഇത് കുക്ക് ചെയ്യണം എന്നുള്ളത്. അതുമാതിരി തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മെഷറിംഗ് കപ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളൊരു ബിഗിനറാണ് അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് വീഡിയോസ്, ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെയല്ല നിങ്ങൾ വേറെ വീഡിയോസ് കാണുവാണെങ്കിൽ തന്നെ അതിനകത്ത് മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് മെഷറിംഗ് കപ്സിൻ്റെ മെഷർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആ സെയിം റെസിപ്പി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിൽ നല്ലൊരു ഡിഷായിട്ട് കിട്ടാനായിട്ട് ആ മെഷർമെൻറ്റ് സെയിം ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒരു ഞാനിപ്പോൾ കാണിച്ച മാതിരി നമ്മളുടെ ഒരു മെഷറിംഗ് കപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മളുടെ
ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുമാതിരി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ ഇത് കഴിക്കാൻ പാടില്ല. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതെടുത്ത് മാറ്റി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് പറയും. നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ കുക്കായി നമ്മുടെ ജ്യൂസസ് എല്ലാം ഉള്ളിൽ ഹോൾഡ് ചെയ്യാനായിട്ട് റെസ്റ്റ് ചെയ്യുന്നത് ആ റെസ്റ്റിംഗ് പീരീഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആ റെസ്റ്റിംഗ് പീരീഡ് നല്ലൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു മാക്സിമം 2 to 3 minutes നമുക്ക് റെസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു നല്ല റെലവൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചാനലൊരു വേർത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും നമുക്കൊരു തംസപ്പ് അടിക്കുക. അതുമാതിരി നിങ്ങളുടെ സജഷൻസും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുവഴി നമ്മളുടെ ചാനൽ ആൽഗരിതം വർക്കൗട്ടായി കൂടുതൽ ആളുകളിലേക്ക് എത്തുവാനായിട്ട് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കഴിക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ വളരെ ഹൈ കാലറി ഉള്ളൊരു ഫുഡാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളുടെ വ്യൂവേഴ്സ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കണം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മളുടെ ലൈഫിൽ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനോടെ മാക്സിമം ഒരു സാലഡ് കൂടെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് കോൾസ്ലോ സാലഡാണ്. കോൾസ്ലോ സാലഡ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫ്രൈഡ് ചിക്കനൂടെ സാലഡും കൂടെ കഴിച്ച് നമ്മുടെ ഫുഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ് ബാലൻസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നമുക്ക് ഇതുമായിട്ട് ഫുഡ് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാനും പറ്റും. മറക്കാണ്ട് തന്നെ ശ്രദ്ധിക്കുക, സാലഡ് ഉണ്ടാക്കാൻ ആരും മറക്കരുത്. വളരെ ഈസിയാണ്, ഡെഫിനറ്റ്ലി ഉണ്ടാക്കുക. കോൾസ്ലോയുടെ ഡ്രസ്സിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1 കപ്പ് ഹോം മെയ്ഡ് മയണൈസ് ആണ്. ഹോം മെയ്ഡ് മയണൈസിന്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1/2 കപ്പ് യോഗട്ട് ആണ്. 1/2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ. അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ, ഫ്രഷ്ലി ഗ്രൈൻഡ് ചെയ്ത ബ്ലാക്ക് പെപ്പർ. അടുത്തായിട്ട് നമുക്കൊരു 1/2 കപ്പ് മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, അടുത്തായിട്ട് നമുക്കിന്ന് പ്ലേറ്റ് ചെയ്യാം. ആദ്യമായി തന്നെ നമ്മളുടെ കോൾസ്ലോ എടുത്ത് നടുക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്ക് സൈഡുകളിൽ അറേഞ്ച് ചെയ്യാം. Okay, now we have the final product, fried chicken. ഗൈസ്, അടുത്തായിട്ട് നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഡിഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ക്വസ്റ്റ്യൻസും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുമായിട്ടുള്ള റെസിപ്പികൾ കിട്ടുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സെയിം ടൈമിൽ നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റുന്നതാണ്. സോ അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.